ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കും ബ്ലോക്കുകളും പ്രമേഹ ബുദ്ധിമുട്ടുകളും എന്ത് പറഞ്ഞാലും നമ്മളതൊന്ന് യൂസ് ചെയ്യുന്ന ഒരു ഓയിലിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാം ഓയിലും സൺഫ്ലവറും ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണകൾ. ഈ എണ്ണകൾ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞതും ഭൂരിഭാഗവും അഡൾട്രേറ്റഡ് ആയിട്ടുള്ള വെളിച്ചെണ്ണ മാറ്റിയിട്ട് നേരെ സൺഫ്ലവർ ആക്കിയത് കൊണ്ട് നമ്മൾ കൊളസ്ട്രോളും ലിവറിൻ്റെ പ്രശ്നം കുറയുമായിരിക്കും, പക്ഷേ ക്യാൻസറിൻ്റെ അളവ് കൂടും. നമ്മൾ കൊളസ്ട്രോൾ കുറയണം, ബ്ലോക്ക് കുറയണം, വയറ് കുറയണം, പ്രമേഹം കുറയണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ എണ്ണയിലും മുട്ടയിലും ഇറച്ചിയിലും പുറകെ ഓടാതെ മെയിനായിട്ട് കുറയ്ക്കേണ്ടത് അരിയാഹാരമാണ്. ഹലോ എവരിവൺ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻറ്റ്, ജോൺ ബറൻ ഹോസ്പിറ്റൽ, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരിയേറെ ആളുകളുടെ ഒരു സംശയമാണ് ഏത് എണ്ണ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ചിലർ പറയുന്നു വെളിച്ചെണ്ണ നല്ലതാണ്, ചിലർ പറയുന്നു റൈസ് ബ്രാൻ ഓയിലാണ് നല്ലത്, ചിലർ പറയുന്നു സൺഫ്ലവർ ഓയിലാണ് നല്ലത്, ചിലർ എള്ളെണ്ണ, കടുകെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ വളരെ നല്ലതെന്ന് പറയും, സഫോല ഓയിൽ, കാനോല ഓയിൽ, അങ്ങനെ പല രീതിയിലുള്ള എണ്ണകളാണ്. ഒത്തിരിയേറെ ഇങ്ങനെ കൺഫ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി മെസ്സേജുകൾ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഏത് എണ്ണയാണ് നല്ലത്? ഈ കൊഴുപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഫങ്ഷൻ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ്? അതിനകത്ത് ഏതൊക്കെയാണ് സാച്ചുറേറ്റഡ് ഓയിൽസ്, ഏതൊക്കെയാണ് അൺസാച്ചുറേറ്റഡ് ഓയിൽസ്, എന്തൊക്കെ തെറ്റിദ്ധാരണകളാണ് എണ്ണകളെക്കുറിച്ചുള്ളത്, കൊഴുപ്പിനെ കുറിച്ചുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വെളിച്ചെണ്ണ, എള്ളെണ്ണ, കടുകെണ്ണ, ഈ ഒരു രീതിയിലുള്ള എണ്ണകളാണ്. അപ്പം ഈ എണ്ണകളിൽ നിന്നും നിലക്കടലയുടെ എണ്ണ, ഗ്രൗണ്ട് നട്ട് ഓയിലൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ലെവലിൽ നിന്ന് നമ്മളൊരു 1980s ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കൂടുതൽ റിഫൈൻഡ് ഓയിൽസ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെയുള്ള എണ്ണകളുടെ അതായത് യൂസേജ് കുറയുകയും ചെയ്തു. അപ്പോൾ എന്താണ് അതിൻ്റെ മെയിൻ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള എണ്ണകളിലെല്ലാം സാച്ചുറേറ്റഡ് ഓയിൽസാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്, ഹാർട്ടിന് പ്രശ്നം ഉണ്ടാക്കുന്നത്, അതേപോലെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ശരീരങ്ങളിൽ, ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് എല്ലാം ഈ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞേച്ച് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഓയിൽ ചേഞ്ച് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലും പാം ഓയിൽ, അതേപോലെ നമ്മുടെ റൈസ് ബ്രാൻ ഓയിലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചേഞ്ചസ് വന്നത്. പക്ഷേ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണ് നമുക്ക് നല്ല എണ്ണ. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ കേട്ടിരിക്കുന്നതാണ് ഒലിവ് ഓയിൽ. അപ്പോൾ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, കാരണം 1 ലിറ്ററിന് മിനിമം 1000 രൂപയുടെ മുകളിലാണ് ഉള്ളത് ഒലിവ് ഓയിലിന്. വെളിച്ചെണ്ണ നോക്കിക്കഴിഞ്ഞാൽ 200-250 വെളിച്ചെണ്ണ ഉള്ളത്. സൺഫ്ലവർ എന്ന് പറയുന്നത് ഒരു 60, 80, 100-120 സൺഫ്ലവർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള എണ്ണകളുടെ റേഞ്ച് ഉണ്ട്. അപ്പം കൂടുതൽ വില കൊടുക്കുമ്പോഴത്തേനും കൂടുതൽ നല്ലത് എന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാടാണ് ഭൂരിഭാഗം ആളുകളിലുള്ളത്. പക്ഷേ ഒലിവ് ഓയിൽ നല്ലതാണ്, പക്ഷേ നമ്മൾ ഇന്ത്യൻ സ്റ്റൈൽ കുക്കിങ്ങിന് ഒലിവ് ഓയിൽ നല്ലതല്ല. കാരണം നമ്മളിവിടെ കൂടുതലും വറുത്തെടുക്കുന്ന രീതികളിലും, അതേപോലെ ഇപ്പം ദോശയായാലും ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും എന്തായാലും എണ്ണയിൽ കുറച്ച് ഇട്ട് ചൂടാക്കി എടുക്കുന്ന രീതികളാണ്. പക്ഷേ ഒലിവ് ഓയിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാലഡ് ഉണ്ടാക്കാനായിട്ട് അധികം ചൂടാക്കാതെ എടുക്കേണ്ട ഒരു ഓയിലാണ് ഒലിവ് ഓയിൽ. അതേപോലെ തന്നെ നമ്മുടെ പാസ്ത ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെസ്റ്റേൺ സ്റ്റൈലിലുള്ള, ഇറ്റാലിയൻ സ്റ്റൈലിലുള്ള ഫുഡുകൾക്കൊക്കെയാണ് ഒലിവ് ഓയിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. പക്ഷേ നമ്മുടെ രീതിയിൽ വെച്ച് നമ്മൾ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനും തോരൻ ഉണ്ടാക്കാനും അതേപോലെ തന്നെ മീൻ വറക്കാനും ഒക്കെ ഒലിവ് ഓയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഹീറ്റിംഗ് പോയിൻറ്റ് വേറെയാണ്, സ്മോക്കിംഗ് പോയിൻറ്റ് വേറെയാണ്. അത് നമ്മുടെ രീതിയിലുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടാണ് കുക്കിങ്ങിന്. പക്ഷേ നമ്മളൊരു സാലഡുകളിലും അതേപോലെ ഒരു ഗ്രാനിഷ് ചെയ്യാനും ഏതെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി അതിൻ്റെ ഒരു ഫ്ലേവറിനൊക്കെ ആയിട്ട് നമുക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. രണ്ടാമത് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ പാം ഓയിൽ, കാനോല, സഫോല, ആ ഒരു രീതിയിലുള്ള റൈസ് ബ്രാൻ ഓയിൽ, ഈ ഓയിലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റിഫൈൻഡ് ഓയിലാണ്. റിഫൈൻഡ് ഓയിൽ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, റിഫൈൻഡ് എന്ന് പറയുന്നത് അതിങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുക എന്നാണ് നമ്മുടെ ഒരു സാധാരണ മീനിങ്. പക്ഷേ റിഫൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ. അത് ഹെക്സൈൻ എന്ന് പറയുന്നൊരു കെമിക്കൽ ഏജൻറ്റാണ്. ഈ കെമിക്കൽ ഏജൻറ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിൽ അതിനെ ഹീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കൂടുതൽ എണ്ണ റിലീസാകാൻ വേണ്ടിയിട്ടാണ് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ട് ഇതേപോലത്തെ കെമിക്കൽ ഏജൻറ്റ്സ് ആഡ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് എണ്ണ ഊറ്റിയെടുക്കുന്നത്. ഈ എണ്ണ ഊറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആൻറ്റി ഫോമിങ് ഏജൻറ്റ്, അതായത് പത വരാൻ പാടില്ല. ആ ആൻറ്റി ഫോമിങ് ഏജൻറ്റും ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ പ്രിസർവേറ്റീവ്സ്, കാരണം ഈ റിഫൈൻഡ് ഓയിൽസിന് ഒത്തിരി നാളുകൾക്ക് നമുക്ക് ഷെൽഫ് ലൈഫ് ഉണ്ട്. ഒത്തിരി നാളുകളിലേക്ക് നമുക്ക് വെച്ചിട്ട് പോകാം. അതായത്
നമുക്ക് മാർക്കറ്റിൽ കടകളിലൊക്കെ വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് എല്ലാം ചേർന്ന് കഴിഞ്ഞിട്ട് അവസാനം അതിൻ്റെ മണവും ഓർഡറും ടേസ്റ്റും അതേപോലെ തന്നെ ഹെൽത്ത് പ്രോപ്പർട്ടീസ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവസാനം ഒരു വേസ്റ്റ് ഓയിലായിട്ടാണ് നമ്മൾ റിഫൈൻഡ് ഓയിൽ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ കൊളസ്ട്രോളിനെ പേടിച്ചും ഹാർട്ട് ബ്ലോക്കിനെ പേടിച്ചും ഹാർട്ടിനെ പേടിച്ചും എല്ലാവരും ഈ മറ്റ് എണ്ണകളൊക്കെ മാറ്റി വെച്ചേച്ച് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഇന്ന് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ റിഫൈൻഡ് ഓയിൽസിലേക്ക് വരുമ്പോൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് ഈ ഓയിൽ ഉണ്ടാകുന്നത്, ഏത് പ്രോസസ്സിലൂടെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ എണ്ണകളൊക്കെ ഉപയോഗിക്കാൻ. ഇനിയിപ്പം നമ്മളിപ്പോൾ ഒരു റൈസ് ബ്രാൻ ഓയിൽ യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ സൺഫ്ലവർ യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ പാം ഓയിൽ യൂസ് ചെയ്യുമോ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നില്ല, ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൈ ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരു കുറച്ച് ഉപയോഗത്തിന് അല്ലെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഉപയോഗത്തിനൊക്കെ ആയിട്ട് നമ്മൾ ഒതുക്കിയെടുക്കുന്നതായിരിക്കും റിഫൈൻഡ് ഓയിൽസ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ഈ തട്ടുകട ഭക്ഷണങ്ങൾ അതേപോലെ ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആവുന്നതിൻ്റെ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാം ഓയിലും സൺഫ്ലവറും ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണകൾ. ഈ എണ്ണകൾ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞതും ഭൂരിഭാഗവും അഡൾട്രേറ്റഡ് ആയിട്ടുള്ള സൺഫ്ലവർ നല്ലതാണ്, സൺഫ്ലവർ ഓയിലും നല്ലതാണ്, റൈസ് ബ്രാൻ നല്ലതാണ്, റൈസ് ബ്രാൻ ഓയിൽ നല്ലതാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഓയിൽ പാക്കറ്റ് ഓയിൽ പ്രൊഡക്ട്സ് ഒന്നും അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതിൽ കൂടുതലും അഡൾട്രേറ്റഡ് ആണ്, കോട്ടൺ സീഡ് ഓയിലുകളാണ്. അതേപോലെ അതിൽ നിന്ന് കൂടുതൽ എണ്ണ വലിച്ചെടുക്കാനായിട്ട് ആഡ് ചെയ്യുന്ന കുറേ കെമിക്കൽസൊക്കെ ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്ത് ഈ കൊളസ്ട്രോളും ബ്ലോക്കും എൻ്റെ പ്രശ്നങ്ങൾ, അതായത് കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയുകയും ക്യാൻസർ കണ്ടീഷനൊക്കെ കൂടുകയും ചെയ്യുന്നുണ്ട്. ശരീരത്തിലെ ഓക്സിഡേഷൻ്റെ രീതികളിലേക്ക് മാറ്റം വരുത്തുന്നു, കോശങ്ങളുടെ ഓക്സിഡേഷന് ചേഞ്ചസ് വരുന്നതൊക്കെ ഓയിലുകളാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ കൂടുതലും ഓയിൽസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഓയിൽസ് ഉദ്ദേശിക്കുന്നതിൽ ഫാറ്റ്, അതായത് ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് എന്നാണ് നമ്മളിത് പറയുന്നത്. അത് പക്ഷേ നമ്മുടെ നോർമൽ ഭക്ഷണത്തിലുണ്ട്. ഹെൽത്തി ഫാറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഓയിലാണ്. പക്ഷേ അതിനകത്ത് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് കൂടുതലുള്ളത് കൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് കുറയാനൊക്കെ സഹായിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്മോക്കിംഗ് പോയിൻറ്റ് ബിൽഡിംഗ് പോയിൻ്റ് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഫ്രൈ ഐറ്റംസിനും അതേപോലെ കുക്കിംഗ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നല്ലത് ഈ ഒരു കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ അതേപോലെ എള്ളെണ്ണ, ഏറ്റവും കൂടുതൽ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ എള്ളെണ്ണയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഏരിയകളിലൊക്കെ കൂടുതലും ഗ്രൗണ്ട്നട്ട് ഓയിലും അതേപോലെ മസ്റ്റർഡ് ഓയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൺഫ്ലവറിൻ്റെ നേരത്തെ മുതൽ യൂസ് ചെയ്തതും ഇതായിരുന്നു. പക്ഷേ സൺഫ്ലവർ വന്നപ്പോഴത്തേന് ഇതിൻ്റെ രീതികളൊക്കെ മാറ്റം വന്നു. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ രീതി തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കും ബ്ലോക്കുകളും പ്രമേഹ ബുദ്ധിമുട്ടുകളും എന്ത് പറഞ്ഞാലും നമ്മളതിന് ആ ഒരു യൂസ് ചെയ്യുന്ന ഒരു ഓയിലിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പ്, മോശമായിട്ടുള്ള കൊഴുപ്പ്. ട്രാൻസ് ഫാറ്റ് എന്ന് പറയും നമ്മൾ ഇപ്പം നമ്മൾ ഏത്തപ്പഴം നല്ലതാണ്, ഏത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുകയോ അല്ലാതെ കഴിക്കുകയോ എങ്ങനെ വേണമെങ്കിലും നല്ലതാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഒരു ഉപയോഗമില്ലാത്ത ഒരു സാധനമാണ് ഏത്തപ്പഴത്തിൻ്റെ ചിപ്സ്. അത് നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു രോഗം വരുത്തി വെക്കാനായിട്ട് കുറേ കഴിക്കുന്നുണ്ട്. വല്ലപ്പോഴും കുറച്ച് ചിപ്സ് കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ പൊട്ടാറ്റോ ചിപ്സ് ആയാലും ഏത്തക്കയുടെ ചിപ്സുകളായാലും മിക്സ്ചർ റിലേറ്റഡ് ആയിട്ടായാലും നമ്മൾ വല്ലപ്പോഴും കുറച്ചൊക്കെ രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ അതൊരു സ്ഥിരമായി യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ട്രാൻസ് ഫാറ്റ് കൂടുതൽ ശരീരത്തിനുള്ളിലേക്ക് പോയി കഴിയുമ്പോൾ ലിവർ ഡാമേജുകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് മദ്യപിക്കണമെന്നോ പുകവലിക്കണമെന്നോ യാതൊരു നിർബന്ധമില്ല. ഇനി ഏറ്റവും കൂടുതലായിട്ട് ഈ സ്മോക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. അതായത് നമ്മൾ ഒരു ഓയിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുക വരുന്നൊരു കണ്ടീഷൻ, ആ പുക വരുന്നൊരു കണ്ടീഷനിൽ ആ കണ്ടീഷനിൽ കുക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഒരു പോയ്സണായിട്ട് മാറുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു പുകവലിക്കാരൻ്റെ ഒരു ശരീരത്തിൽ ഏതൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, സെയിം മാറ്റങ്ങളാണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള കറുത്ത് വരുന്നൊരു ഓയിൽ അല്ലെങ്കിൽ പുകഞ്ഞിരിക്കുന്നൊരു ഓയിലിനകത്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് ഓയിലും ഏത് ഫാറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ രീതി അനുസരിച്ചാണ് ഉപയോഗിക്കേണ്ടത്. ഒലിവ് ഓയിൽ നല്ലതാണ്, പക്ഷേ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ കുക്കിങ്ങിന് അത് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ സാലഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. വെളിച്ചെണ്ണയിലാണെങ്കിലും ഈ കോൾഡ് പ്രസ് ഓയിൽസ് ആണ് ഏറ്റവും നല്ലത്. കോൾഡ് പ്രസ് ഓയിൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഹീറ്റ് കൂടുതൽ ഹൈ ഹീറ്റിലൂടെ അല്ല ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. വളരെ അതായത് വെർജിൻ കോക്കനട്ട് ഓയിൽസ് വളരെ നല്ലൊരെണ്ണമാണ്. കാരണം ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ്സുകളാണ്, ട്രാൻസ് ഫാറ്റുകളൊക്കെയാണ് നമ്മൾ ഈ റിഫൈൻഡ് ഓയിൽസിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു രീതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ പ്രശ്നം കൂടുതൽ ഉണ്ടാക്കുന്നത്. കോക്കനട്ട് ഓയിൽ നമ്മളിപ്പോൾ ഒരു വെളിച്ചെണ്ണ ഒരു സ്പൂണ് ഡയറക്റ്റ് കഴിച്ചാലും നല്ലതാണ്. അതേപോലെ ഈ അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഫ്ലേവറിനും അതിന് ഹെൽത്തി ആയിട്ടുള്ള ബെനിഫിറ്റും ബോഡിക്ക് കിട്ടും. അതായത് മീൻ കറി വെക്കുന്ന സമയത്ത് വീണ്ടും വെളിച്ചെണ്ണയിലിട്ട് ചാലിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. ഏതൊരു കാര്യം വെളിച്ചെണ്ണയിലിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിന്, ഫംഗൽ റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസിന്, പല രീതിയിലുള്ള സ്ട്രോക്ക് കണ്ടീഷനുകളൊക്കെ സ്ട്രോക്ക് ആയെന്ന് നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കുടിപ്പിക്കുന്നത് വളരെ നല്ലത്. അതായത് ആൻറ്റി കോഗുലൻ്റാണ്. സ്ട്രോക്ക് ഉണ്ടാകുന്ന ബ്ലോക്കുകളെ ആ സമയത്ത് തന്നെ ക്ലിയർ ആക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന വെളിച്ചെണ്ണയാണ്. അതുകൊണ്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ ഏരിയ അനുസരിച്ച്, നമ്മുടെ റീജിയൻ അനുസരിച്ച്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോക്കനട്ടാണ് വളരുന്നതെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള എണ്ണയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി ഉപയോഗിക്കേണ്ട രീതിയും റിപ്പീറ്റഡായിട്ട് വറുത്ത് കോരിയെടുക്കുന്നത്. ഒരു പ്രാവശ്യം വറുത്തു, ഇപ്പോൾ ചിപ്സ് വറുത്തെടുത്തു, എന്നിട്ട് കുറേ എണ്ണ ബാക്കി വന്നു. ഈ എണ്ണ എടുത്തുകൊണ്ട് നമ്മൾ ഒരു മാസത്തോളം അതിനകത്ത് പപ്പടം ഇതാക്കുന്നു, മീൻ വറക്കുന്നു, ചിക്കൻ ചെയ്യുന്നു, അങ്ങനെ പല ചെയ്യുന്നു. അതാണ് ഏറ്റവും കൂടുതൽ പോയ്സണായിട്ട് വരുന്നത്. അല്ലാതെ ഒരു പ്രാവശ്യത്തേക്കാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എണ്ണ ചൂടാകുന്ന സമയത്ത് ആ സമയത്ത് എന്തൊക്കെ ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എണ്ണ കൊണ്ട് ഉപയോഗമുണ്ട്. അല്ലെങ്കിൽ അത് തണുത്ത് കഴിഞ്ഞ് വീണ്ടും ചൂടാക്കുമ്പോഴാണ് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹോട്ടലുകളായാലും അവരിങ്ങനെ ഒരു കണ്ടെയ്നറിൽ നമ്മളിപ്പോൾ ഒരു എണ്ണ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ അവരത് തീർക്കുന്നില്ല, വീണ്ടും ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വല്ലാത്ത തിക്നെസ് വല്ലാതെ കൂടുകയും ഭക്ഷണ സാധനങ്ങളിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് അവരെടുത്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് എണ്ണ, നമ്മളിപ്പോൾ ഉഴുന്നുവടയോ പരിപ്പുവടയോ പഴംപൊഴിയോ എന്ത് വേണേലും കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എണ്ണ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെളിച്ചെണ്ണയിൽ ഒറ്റത്തവണ ഫ്രൈ എടുത്ത് വേണമെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ. അതും വല്ലപ്പോഴും കഴിക്കുന്നത് നല്ലതാണ്. മുക്കി വറക്കാനും ശാലോ ഫ്രൈ ചെയ്യാനും ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. ഇനിയും ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു കാര്യം, കൊഴുപ്പ് ഏതാണെന്ന് പറയുന്നത് നെയ്യാണ്. നെയ്യും ബട്ടറുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതായത് പശുവിൻ്റെ നെയ്യും അല്ലെങ്കിൽ ഏതായാലും ആ ഒരു നെയ്യാണ് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ US ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ള ഫാറ്റിനാണ്. അപ്പോൾ ഈ ഫാറ്റ് ആണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിനകത്ത് സീറോ ഓയിൽ ഡയറ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ചെയ്യാറുള്ളത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ഒട്ടും ഓയിൽ ഉപയോഗിക്കാൻ നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സവോളയ്ക്കകത്ത് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് വഴട്ടാൻ തുടങ്ങുമ്പോഴത്തേന് അതിനകത്തുനിന്ന് ഓയിൽ ഇറങ്ങും. ആ ഓയിലിനകത്തേക്കാണ് നമ്മൾ പല രീതിയിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വഴട്ടിയിട്ട് പിന്നെ അരിയൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ബിരിയാണി മോഡലിലേക്ക് കൊണ്ടുവരുന്നത്. അത് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവറിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യോടെ ഇട്ടിട്ടാണ് ആക്കുന്നതെങ്കിൽ അതിന് നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ല ഓയിലും കിട്ടും. കാരണം ഈ നെയ്യ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ തിക്നെസ്സാണ്. അത് കുറച്ചൊഴിക്കുമ്പോൾ തന്നെ കൂടുതൽ അതായത് നമുക്കൊരു ഓയിൽ ഇട്ട പോലെ തന്നെ നമുക്ക് തോന്നും. അതുകൊണ്ട് കുറച്ച് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നെയ്യും വെണ്ണയുമായിട്ട് എടുക്കുന്ന ഇതാണ്. ഇത് സാച്ചുറേറ്റഡ് ആണ്, പക്ഷേ കുറച്ചുകൂടെ ഹെൽത്തിയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയും ഹെൽത്തി ഫാറ്റ് ഏതൊക്കെയാണ്? മുട്ടയിലുള്ളത് ഹെൽത്തി ഫാറ്റാണ്. മുട്ടയിലുള്ള കൊഴുപ്പ് നല്ല കൊഴുപ്പാണ്. നിലക്കടല നല്ല കൊഴുപ്പാണ്. അവക്കാഡോ നല്ല കൊഴുപ്പാണ്. അതേപോലെ മീൻ omega-3 ഫാറ്റി ആസിഡ് നല്ല കൊഴുപ്പാണ്. അതേപോലെ ഇറച്ചികളിലായാലും പോക്കിലും ബീഫിലും ഒക്കെ മട്ടനിലും ഒക്കെ ആയിട്ടുള്ളത് ഹെൽത്തി ഫാറ്റുകളാണ്. പക്ഷേ അത് വറുത്ത് ഡീപ്പായിട്ട് പോകുമ്പോഴേ അതിന് പ്രശ്നമുള്ളൂ. അല്ലാതെ ഇതെല്ലാം വളരെ നല്ലതാണ്. പാല് നല്ല ഹെൽത്തി ഫാറ്റാണ്. തൈര് ഹെൽത്തി ഫാറ്റാണ്. അതേപോലെ നെയ്യ്, വെണ്ണ, പനീറുമായിട്ടുള്ള സാധനങ്ങളും ഹെൽത്തി ഫാറ്റാണ്. അപ്പോൾ ഹെൽത്തി ഫാറ്റ് നമ്മുടെ ബോഡിയിലേക്ക് ഉൾപ്പെടുത്തി ചെയ്യുവാണെങ്കിൽ ബോഡി അൺവാണ്ടഡ് ആയിട്ട് ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ എനർജി ഫോമായിട്ടുള്ളൊരു കൊഴുപ്പാണ്. അത് മെയിനായിട്ട് ഉണ്ടാകുന്ന നേരായിട്ടും ഭക്ഷണ സാധനങ്ങളാണ്. നമ്മൾ കൊളസ്ട്രോൾ കുറയണം, ബ്ലോക്ക് കുറയണം, വയറ് കുറയണം, പ്രമേഹം കുറയണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ എണ്ണയിലും മുട്ടയിലും ഇറച്ചിയിലും പുറകെ ഓടാതെ മെയിനായിട്ട് കുറയ്ക്കേണ്ടത് അരിയാഹാരമാണ്. അരി, ഗോതമ്പ്, ഉരുളക്കിഴങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, മധുര സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് കുറച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൊളസ്ട്രോൾ കുറയത്തുള്ളൂ. അല്ലാതെ വെളിച്ചെണ്ണ മാറ്റിയിട്ട് നേരെ സൺഫ്ലവർ ആക്കിയത് കൊണ്ട്
നമ്മൾ കൊളസ്ട്രോളും ലിവറിൻ്റെ പ്രശ്നം കുറയുമായിരിക്കും, പക്ഷേ ക്യാൻസറിൻ്റെ അളവ് കൂടും. കാരണം ഓക്സിഡേഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എണ്ണയുടെ കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ദിവസവും ഉപയോഗിക്കുന്ന എണ്ണകളിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതികളാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു എണ്ണ തന്നെ റിപ്പീറ്റഡായിട്ട്, അതായത് വെളിച്ചെണ്ണ തന്നെ കണ്ടിന്യൂസ് ഉപയോഗിക്കില്ല, ഇടയ്ക്ക് വേറൊരു എണ്ണയും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് ഓരോ ഭക്ഷണത്തിൻ്റെ ഓരോ രീതി അനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് വരുത്തിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുക, എല്ലാ രീതികളും ഓക്കെയാണ്. നമ്മുടെ ശരീരത്തിന് പറ്റുന്നതും നമ്മുടെ ശരീരം ദഹിപ്പിക്കാനുള്ള ശേഷിയുള്ളതും ഏത് ഭക്ഷണമാണ് ഇൻടോളറൻസ് ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യം കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടായിരിക്കും. അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.